നമസ്കാരം. ഏറെ നാളായി അന്തരീക്ഷത്തിലുള്ളതും എന്നാൽ മുടങ്ങിക്കിടന്നതുമായ ഒരു പദ്ധതിയായിരുന്നു കൊച്ചിൻ ബൈപ്പാസ്. ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം അരൂർ, എടപ്പള്ളി, ആലുവ, അങ്കമാലി മുതലായ തിരക്കേറിയ ജംഗ്ഷനുകൾ ഒഴിവാക്കി തൃശൂർ, പാലക്കാട് ഭാഗങ്ങളിലേക്ക് പോകാം എന്നതാണ് ഈ റോഡ് കൊണ്ടുള്ള പ്രത്യേകത. ഒരിക്കൽ സ്ഥലമേറ്റെടുപ്പിനായുള്ള 3A നോട്ടിഫിക്കേഷൻ വരെ എത്തിയതായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വടംവലി മൂലം ഇത് റദ്ദാവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇരു ഗവൺമെന്റുകളും തമ്മിൽ ഒരു ധാരണയിൽ എത്തിയത് പ്രകാരം 3A നോട്ടിഫിക്കേഷൻ വീണ്ടും പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാം. 44.7 കിലോമീറ്റർ നീളമുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ ആണ് വരാൻ പോകുന്നത്. 6000 കോടി രൂപയാണ് മൊത്തം പദ്ധതി ചെലവായി കണക്കാക്കുന്നത്. ഇതിനായുള്ള സ്ഥലമേറ്റെടുപ്പിന്റെ മുഴുവൻ തുകയും കേന്ദ്ര സർക്കാർ വഹിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ സ്ഥലമേറ്റെടുപ്പ് തുകയുടെ 25% സംസ്ഥാന സർക്കാർ വഹിക്കണമെന്നായിരുന്നു ധാരണ. ഇതുതന്നെയായിരുന്നു തർക്കത്തിനുള്ള കാരണവും. ഇപ്പോൾ സ്ഥലമേറ്റെടുക്കലിന്റെ മുഴുവൻ തുകയും കേന്ദ്ര സർക്കാർ വഹിക്കുന്നതിന് പകരമായി സംസ്ഥാനം നിർമ്മാണ സാമഗ്രികളുടെ GSTയും റോയൽറ്റിയും ഒഴിവാക്കി കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതാണ് വീണ്ടും 3A നോട്ടിഫിക്കേഷൻ പുനരാരംഭിക്കാനുള്ള കാരണവും. 3 മാസത്തിനുള്ളിൽ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ച് 2025 ഏപ്രിലിൽ തന്നെ പണികൾ ആരംഭിക്കാനാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ തീരുമാനം. ഈ പദ്ധതി 2027 ഒക്ടോബറിൽ പൂർത്തീകരിക്കുമെന്നാണ് പറയുന്നത്. അതായത് 2.5 വർഷം കൊണ്ട് 44.7 കിലോമീറ്റർ റോഡ് പുതുതായി പണിതെടുക്കുമെന്ന് പറയുന്നു. ഇതൊരൽപ്പം കടന്ന കൈയായി പോയില്ലേ എന്നാണ് സംശയം. ഇവിടെ NH-66 10-15 കിലോമീറ്റർ നീളം വരുന്ന ബൈപ്പാസുകളിൽ 50-60% പണികൾ മാത്രമാണ് 2-2.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനായത്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ഒരു പദ്ധതിയായ കൊച്ചിൻ ബൈപ്പാസിന്റെ പണികൾ 2.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്നുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു പൊള്ളവാദം മാത്രമാണ്. പണി തീരുമ്പോൾ തീരട്ടെ എന്ന് വയ്ക്കാം. നമുക്ക് ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കാം. NH-66 നെട്ടൂരിൽ നിന്ന് ആരംഭിച്ച് അങ്കമാലിക്കടുത്തുള്ള കരയാമ്പറമ്പിലാണ് ഈ ബൈപ്പാസ് അവസാനിക്കുന്നത്. ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ യാത്രാ സമയത്തിൽ 1 മണിക്കൂർ വരെ ലാഭിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിലൊക്കെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുഗ്രഹമായിരിക്കും. പ്രസ്തുത ബൈപ്പാസ് റോഡിൽ നിന്ന് എയർപോർട്ടിലേക്ക് 3 കിലോമീറ്റർ നീളം വരുന്ന ഒരു കോറിഡോറും ഇതിന്റെ കൂടെ പണിയുന്നുണ്ട്. 17 വില്ലേജുകളിൽ നിന്നായി 280 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരിക. അങ്കമാലി, അറക്കപ്പടി, പട്ടിമറ്റം, വടവുകോട്, ഐക്കരനാട് നോർത്ത്, ഐക്കരനാട് സൗത്ത്, തിരുവാനിയൂർ, മരമ്പള്ളി, കറുകുറ്റി, തുറവൂർ, മട്ടൂർ, വടക്കുംഭാഗം, കിഴക്കുംഭാഗം, കുരീക്കാട്, തെക്കുംഭാഗം, തിരുവാൻകുളം, മരട് എന്നീ വില്ലേജുകളിൽ നിന്നാണ് സ്ഥലമേറ്റെടുക്കുന്നത്. ഇതിനായി 2000 കോടി രൂപ ചിലവ് വരും. ഇതോടൊപ്പം തന്നെ വില്ലിംഗ്ടൺ ഐലൻഡ് റോഡും പ്രസ്തുത കൊച്ചിൻ ബൈപ്പാസും NH-66 തമ്മിൽ ബന്ധിപ്പിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ലക്ഷ്യമിടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി നെട്ടൂരിൽ ഒരു ക്ലോവർ ലീഫ് ഇന്റർസെക്ഷനും പണിയുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു 5-6 വർഷം കഴിയുന്നതോടുകൂടി കേരളത്തിലെ റോഡുകളുടെ മുഖച്ഛായ അടിമുടി മാറും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.